അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഫിച്ചസ് കോക്ടെയിൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി പനീറും കാപ്സിക്കും വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് ഞാൻ ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ഒരു 3 ഏലയ്ക്ക, 3 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം പട്ട, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റെടുക്കണം. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഒരു 5-8 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു 5-8 എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വലുതാണെങ്കിൽ ഒരു 3-4 എണ്ണൊക്കെ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് 2 വറ്റൽമുളക്, ഉണക്കമുളക് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളകുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതാകുമ്പോൾ 3-4 ചേർത്ത് കൊടുക്കാം. അത് ചേർക്കുമ്പോൾ നല്ലൊരു കളറും കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ഒരു വലിയ തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തതാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ വലിയ തക്കാളി ഇല്ലെങ്കിൽ 2 ചെറിയ തക്കാളി എടുത്തിട്ട് ഇട്ടുകൊടുത്താലും മതി. എന്നിട്ട് ഇതിലോട്ട് ഒരു 10-15 കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ആ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടണം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒരുവിധം കുക്കായിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടണം കേട്ടോ. അപ്പോൾ ആ ഒരു ഇതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ട തക്കാളിത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ഒരു പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇതിൽ ആ സെയിം പാനിലോട്ട് നമുക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം ഒരു 2 സവാള, ഒരു 2 മീഡിയം സൈസിലെ സവാളയാണ്. അത് ചെറുതാക്കി ഒന്ന് ചോപ്പ് ചെയ്തെടുത്താണ് കേട്ടോ. ചെറുതാക്കി കട്ട് ചെയ്യുക, ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുക ചെയ്യുക, ചെറുതാക്കി തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരുവിധം വഴറ്റി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്തെടുക്കാം. പൊടികൾ ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികളാണ് ചേർത്തത്. ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുന്ന വരെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെയും കാഷ്യൂനട്ടിൻ്റെ ഒക്കെ പേസ്റ്റ് ഉണ്ടല്ലോ അതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സിയിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഇത്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും വെള്ളപ്പത്തിയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ പനീറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ തക്കാളി വേവിക്കുമ്പോഴാണ് ഉപ്പിട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഗ്രേവിയിലോട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഞാൻ ഒരു ക്യാപ്സിക്കാണ് കേട്ടോ. ക്യാപ്സിക്കം നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പനീറും ഞാൻ ഇതിലോട്ട് ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം പനീറും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഗ്രേവിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എത്രയാണ് ഗ്രേവിയുടെ തിക്നെസ്സിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി ഒന്ന് തിക്കായി കിട്ടണമെങ്കിൽ കുറച്ചൊന്ന് വറ്റിച്ചെടുത്താൽ മതി. നമുക്കിതിലോട്ട് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കസൂരി മേത്തിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഇതിനടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്.